ഉസ്താദിന്റെ ജീവിതകാലത്ത് ആ ഒരു വലിയ നേതൃത്വം ഉസ്താദിന് ആകാൻ സാധിച്ചത് തന്നെ കൽമിഞ്ചയിൽ നടന്ന ഒരു വയല് പരിപാടിയാണ്. ആ വയല് പരിപാടിയിൽ മുന്നരായ കാഞ്ഞങ്ങാട് CP ഉസ്താദ്, മഞ്ഞനാട് ഉസ്താദ് ഇൽമിനെ സംബന്ധിച്ച് വല്ലാത്ത മഹത്വം ഇങ്ങനെ പറയുകയാണ്. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു കവിത ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷാഫി ഇമാമിനോട്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദായ വഖീ റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് പലപ്പോഴും പഠിച്ചതെല്ലാം മറക്കുന്നു, എനിക്ക് നല്ല ഓർമ്മശക്തി കിട്ടണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഉസ്താദിന്റെ നിർദ്ദേശം ശഖൗതു ഇലാ വഖീഇൻ സുഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി, ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. വഅഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഗ്താ ലിആസി, നിങ്ങൾ ഇൽമിന്റെ അഹ്ലുകാരായി ജീവിക്കുക, ഇൽമിന് വേണ്ടി പ്രചരണം ചെയ്യുന്നവരാകുക. ആ ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വലിയൊരു പ്രകാശമാണ്. ആ പ്രകാശം എല്ലാ മനസ്സുകളിലേക്കും കയറുകയില്ല. ആ ഒരു പ്രകാശം നമ്മുടെ ഹൃദയത്തിലുള്ള വെളിച്ചം എത്രയാണോ തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആനന്ദങ്ങൾ, നമുക്കുണ്ടാകുന്ന ആസ്വാദനങ്ങൾ, ഇങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോഴാണ് ഒരാൾ ഒരു യഥാർത്ഥ ആലിമാവുക, ഇൽമിന്റെ അഹ്ലുകാരനാവുക എന്നുള്ള CP ഉസ്താദിനെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരൊറ്റ വാക്ക് ചെറിയ പ്രായത്തിൽ ബേക്കൽ ഉസ്താദ് കേൾക്കുകയാണ്. ഞാൻ ഈ ഒരു യഥാർത്ഥ ഇൽമിന്റെ അഹ്ലുകാരനാകണം, ഈ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് എന്റെ ഖൽബിലേക്ക് കയറണമെന്ന ചിന്തയോടുകൂടെ പിറ്റേ ദിവസം തന്നെ ഉസ്താദ് തന്നെ നേരിട്ട് നമ്മളോടൊക്കെ പറഞ്ഞ അനുഭവമാണ്, ഞാനൊരു മുത്തഅല്ലിമാകാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ഈ മഹല്ലിന് നേതൃത്വം നൽകിയിരുന്ന, ഈ മഹല്ലിലെ ഒരുപാട് മുഅ്മിനീങ്ങളുടെ ഉസ്താദായ ഉന്നരായ മുഹമ്മദ് ഉസ്താദ്, ഖതീബ് ഉസ്താദ് എന്നറിയപ്പെടുന്ന ആ മഹാ വ്യക്തിയോട് ചോദിക്കുന്നു, ഞാനൊരു മുത്തഅല്ലിമാകാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ നാട് വിട്ട് ഞാനൊരു വിദേശിയായിക്കൊണ്ട് ഇൽമു പഠിച്ചുകൊണ്ട് ഒരു ആലിമാകാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതേ ദിവസം തന്നെ ഇൽമിന്റെ അഹ്ലുകാരനാകാൻ, ഒരു മുത്തഅല്ലിമാകാൻ ബേക്കൽ ഉസ്താദിനെ കൊണ്ടുപോകുന്നു മഞ്ഞനാടിയുടെ ദർസിലേക്ക്. അന്ന് മഞ്ഞനാടി ദർസിൽ ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് കൂടുതൽ സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ കുട്ടികളെ എടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കിഞ്ഞയിലേക്ക് പോകുന്നു. ആ ഒരു ഇൽമിനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഇൽമിന്റെ സദസ്സിൽ നിന്ന് ഇൽമിന്റെ മഹത്വങ്ങൾ കേട്ടപ്പോ ഞാനൊരു യഥാർത്ഥ ഇൽമിന്റെ അഹ്ലുകാരനാകണം എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്രയും നമ്മുടെ നാടിന് ബഹുമാനവും ആദരവും കിട്ടും.